ഹായ്, എല്ലാവർക്കും രമാസ് റസോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നെയ്മീനാണ്. 1/2 കിലോ നെയ്മീൻ അരയ്ക്കാതെ വെക്കുന്ന കറിയാണ്. എല്ലാവർക്കും അരപ്പ് വറുക്കാനും അരയ്ക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ട് ഇല്ലാത്തപ്പോഴും അതുപോലെ ആണുങ്ങൾക്ക് ഒരു കറി വെക്കണമെങ്കിലും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലിരിക്കുന്നതെല്ലാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, കുരുമുളക് പൊടി, ഇത്രയും സാധനം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, മുളക് 2 എണ്ണം കീറിയത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. സവാള വേണേലും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. 2 വറ്റൽമുളക്, ഒരു കറിവേപ്പിലയുടെ തണ്ട്, ചെറിയൊരു തക്കാളി, ഇനി വഴക്കം പുളി. ഏത് പുളി വേണേലും ഉപയോഗിക്കാം. ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച്, ചട്ടിയിലോ ചീനിച്ചട്ടിയിലോ എന്താത്തിൽ വേണേലും വയ്ക്കാം. അത് ചൂടാവണം. ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 സ്പൂണ്. മീൻ്റെ അനുസരിച്ച് ഉള്ളി സാധനങ്ങൾ. ഇതിപ്പോൾ കുറച്ച് മീനേ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഉള്ളിയും സാധനങ്ങളും എടുത്തത്. നിങ്ങൾ കൂടുതൽ മീനെടുത്ത് പരീക്ഷിക്കുന്നവർ കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കണം. ചട്ടി ഇതിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ നമ്മളൊരു 2 സ്പൂണിനും വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഉള്ളി സാധനം മൂക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. ഇനി ഇത് ചൂടാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒഴിച്ച വെളിച്ചെണ്ണയെല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയുള്ള ചട്ടിയാണ്, അതുകൊണ്ടാണ് ഇത് പൊട്ടാൻ താമസിക്കുന്നത്. നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴും അരയ്ക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കറിയാണ്. ജോലിക്ക് കൊണ്ടുവന്നവർക്ക് ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറി വെച്ച് പരീക്ഷിക്കാവുന്നതാണ്. കടുകെല്ലാം പൊട്ടിയതിലേക്ക് ഇനി നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ വാടി വരുന്നവനെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറായി വരണം. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കും. കറിവേപ്പില ഒരു രണ്ട്. ഉള്ളി ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ തീ കുറച്ച് വയ്ക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് കരിയാതിരിക്കാനാണ്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉലുവപ്പൊടി വീട്ടിൽ വറുത്തതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുറച്ച് ഉലുവ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഒന്ന് പൊട്ടണം. അതിനകത്ത് കിടന്ന് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി.
ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് പൊടിച്ച ഉലുവയൊന്നും ഇല്ല. അപ്പോൾ ഇത് കറിയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് ഉഴുന്ന് അപ്പോൾ അത് ചവയ്ക്കുമ്പോഴും ഒരു കറിക്കൊരു ടേസ്റ്റൊക്കെ വരും. ഉലുവ എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. തീ നല്ലതുപോലെ സ്ലോ ചെയ്തതിന് ശേഷമേ ഈ സാധനങ്ങളൊക്കെ ഇടാവും. കളർ മാറാതെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഇടണം. മഞ്ഞൾപ്പൊടി കുറച്ച്, ഇനി മുളക് പൊടി 3 ടീസ്പൂൺ, 1 കിലോ മീൻ 3 ടീസ്പൂൺ മുളക് പൊടി. ഈ കരിയുന്നതിന് മുമ്പ് ഈ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് 2-3 അല്ലി പുളിയുടെ ആവശ്യത്തിനനുസരണം ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം കൂടെ കുറച്ചൊഴിച്ച് കൊടുക്കാം. പുളിവെള്ളം നമ്മൾ 1 മണിക്കൂർ മുമ്പേ പുളി കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ പുളിക്കൊരു പുളി ആവശ്യമുള്ള പുളി ആ വെള്ളത്തിലും കൂടെ കാണും. പെട്ടെന്ന് മീനകത്തൊക്കെ പിടിക്കും. ഈ പുളി നമ്മൾ നല്ലപോലെ തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പുളി എടുത്ത് മാറ്റണം. അല്ല മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ മീനെല്ലാം നാളത്തേക്ക് ഈ കറി ഇരുന്ന് കഴിഞ്ഞാൽ മീനകത്തെല്ലാം പുളി പിടിച്ചിട്ട് തിന്നുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിലേക്ക് കുരുമുളക് പൊടിച്ചതാണ്. ഇതിവിടെ കുറച്ചിട്ട് കൊടുക്കും. നമ്മൾ ചേരുവകളെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് ഈ തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്നിടം വരെ നമ്മൾ സ്ലോയിൽ അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി തുറന്ന് നോക്കണം, ഇടയ്ക്ക് പിടിക്കാം. ഇനി നമ്മളത് തുറന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ല പരുവത്തിന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല. ഫ്ലെയിമിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മീൻ മുങ്ങി കിടക്കാൻ പരുവത്തിനുള്ള, ഇതിനൊരുപാട് ചാറൊന്നും ആവശ്യമില്ല, പറ്റിയിരിക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ടിട്ട് ഇത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞിട്ട് മീൻ പറക്കി ഇടാവും. അപ്പോൾ അടച്ച് വയ്ക്കാം തിളയ്ക്കേണ്ടെന്ന ആവശ്യത്തിലേക്ക്. മുളക് മീൻ പറ്റിക്കുന്നത് എല്ലാം നല്ലതുപോലെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കറിയൊക്കെ തിളച്ച് നല്ല കുറുകി വന്നു. ഇത് മീൻ എപ്പോഴും ചാറ് കുറുകിയതിന് ശേഷമേ ഈ മീൻ പറക്കിയിടാൻ, എന്നെങ്കിലേ അതിന് മീൻ ടേസ്റ്റ് വരും. ഒരുപാട് വെള്ളം പോലെ ഒന്ന് വെച്ചാലും ജ്യൂസ് കൂടിയാലും ഈ മീൻ ടേസ്റ്റ് കുറയും കറിക്ക്, ചാറിന്. ഇതുപോലെ ഓരോ കഷ്ണവും ഉടയാത്ത രീതിയിൽ ഇത് പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും നെയ്മീൻ. അങ്ങനെയാണ്, നമ്മൾ ചെറിയ ചൂടോടെ ഇളക്കി കഴിഞ്ഞാൽ ഉടയും. അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിച്ച് നല്ലൊരു തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കാവും. ഇങ്ങനെ ഓരോ മീനും എടുത്തിട്ട് വേഴ്സുള്ളിടത്ത് വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. നല്ലൊരു തിള വന്നതിന് ശേഷം ഇളക്കാവും.
നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇളക്കുന്ന ഇങ്ങനെ അടുക്കി കൂട്ടിയിട്ട് ഇളക്കാം. ഇതിൻ്റെ പുറത്തും ഇളക്കാതെ ചട്ടും വെച്ച് ഒരുപാട് അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ചാറൊന്നും കൂടെ കുറുകി വരുമ്പോൾ ഉണക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഈ പുളി ഇതിനകത്തിട്ടിരിക്കുന്നത് നമ്മൾ ഉപ്പ് നോക്കുന്ന സമയത്ത് ഒരുപാട് പുളി കൂടുതലുണ്ടെങ്കിൽ ആ പുളിയെ നീക്കം ചെയ്യണം. പുളി അതിനകത്ത് കിടന്നാൽ വീണ്ടും വീണ്ടും പുളി ഇറങ്ങി മീനകത്ത് പിടിച്ചാൽ മീൻ ടേസ്റ്റ് കുറയും. വളരെ കുറച്ച് പുളി മാത്രം വെച്ചിരുന്നു. ഇതേപോലെ തന്നെ ചൂര കറി വയ്ക്കുക, അയില കറി വയ്ക്കുക. എല്ലാ മീനും ഇതുപോലെ നമുക്ക് ഒരുപാട് അങ്ങ് ചാറ് കാണത്തില്ല. പറഞ്ഞാൽ കൂടുതൽ കറി വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കൊഴുപ്പ് കുറയും. അരച്ച് കഴിയുമ്പോൾ കറിക്ക് കൊഴുപ്പുണ്ടാകുന്നത്. അതുകൊണ്ട് പുളി മാറ്റാണ്ട് ഇതുപോലെ പുളി മാറ്റിയിട്ട് ഈ കറി 2 ദിവസം വെച്ചിരുന്നാലും കേടുകൂടാതെ എല്ലാം നല്ലപോലെ ഇരിക്കും. ഇതോടെ ഒന്ന് കുറുകണം. ഒരു 2 മിനിറ്റും കൂടി ഇരുന്നാൽ മതി. നമുക്ക് തുറന്ന് നോക്കാം. ചാറെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ചാറ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. 1-2 കഷ്ണം പുളി ഇതിലിട്ടേക്കണം. പുളി അധികം ഉള്ളതാണ് ഞാൻ മാറ്റിയത്. മീനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് വെച്ചിരുന്ന മീനങ്ങ് കുളിക്കും. അതുകൊണ്ടാണ്. വേണ്ട, നല്ലപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും എല്ലാം ഒഴിച്ച് കഴിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. കറണ്ടില്ലേലും അരയ്ക്കാനും ബുദ്ധിമുട്ട്, ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്കും എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയാം ഈ കറി ഉണ്ടാക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതിവിടെ ആക്കി കാണിക്കുകയാണ്. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ആവി പോകാനായിട്ട് കുറച്ച് തുറന്ന് ഇങ്ങനെ അടച്ചു. അപ്പോൾ പറ്റി വരും. മീൻ കറിയെല്ലാം നല്ലതുപോലെ കുറുകി നല്ല ചാറ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നെയ്മീൻ മുളക് കറിയെല്ലാം നല്ലോണം കുറുകി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ചാറ് നേരത്തെ അരച്ച് വെച്ചില്ലെങ്കിലും നല്ലതുപോലെ കുറുകി ചാറ്. അതുപോലെ ഒരുപാട് ചാറൊന്നും വെക്കാതെ വയ്ക്കണം. ചൂരയും മാംസമുള്ള മീൻ, അയില എല്ലാം ഇതേപോലെ വയ്ക്കാവുന്നതാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ബായ്.